പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 239 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യുസേബിയൂസ് വെർസലിക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ പീറ്റർ ജൂലിയൻ എംബറിനെ കുറിച്ചാണ്. 1811 ഫെബ്രുവരി 4 ഫ്രാൻസിലെ ലാ മുറയിലാണ് പീറ്റർ ജൂലിയൻ എംബർട്ട് ജനിച്ചത്. വിശുദ്ധൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അദ്ദേഹത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചതും ദിവ്യകാരുണ്യത്തിലെ യേശുവാണ്. പീറ്ററിന് 5 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവനെ കാണാതായി. പീറ്ററിന്റെ സഹോദരിയും അർദ്ധ സഹോദരിയും കൂടി വേവലാതിപ്പെട്ട് സകലയിടത്തും അന്വേഷിച്ചു നടന്നു. അവസാനം ഇടവക പള്ളിയിലെ അൾത്താരയുടെ മുന്നിലാണ് അവനെ കണ്ടെത്തിയത്. ഞാൻ യേശുവിനെ ശ്രവിക്കുകയായിരുന്നു എന്നായിരുന്നു അവരുടെ അന്വേഷണത്തിനുള്ള അവന്റെ ലളിതമായ മറുപടി. ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു പീറ്ററിന്റെ ജീവിത ലക്ഷ്യം. എന്നാൽ തന്റെ മറ്റു മക്കളുടെ മരണത്തെ തുടർന്ന് അവശേഷിക്കുന്ന മകനായ പീറ്റർ ഒരു വൈദികനാവുക എന്നത് പീറ്ററിന്റെ പിതാവിനെ സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. മാതാപിതാക്കളുടെ എതിർപ്പിനെ അവഗണിച്ച് ഒരു പുരോഹിതനാകാനുള്ള പീറ്ററിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു. രോഗബാധിതനായ പീറ്ററിനെ സെമിനാരിയിൽ നിന്നും മടങ്ങേണ്ടി വന്നു. തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് പീറ്റർ രണ്ടാമതായി ഒരു ശ്രമം കൂടി നടത്തുകയും 1834 ജൂലൈ 20 തന്റെ 23ാമത്തെ വയസ്സിൽ പൗരോഹിത്യപട്ടം സ്വീകരിച്ച് ഗ്രാനോബിൾ രൂപതയിലെ ഒരു പുരോഹിതനായി തീരുകയും ചെയ്തു. സെമിനാരി ജീവിതത്തിലും അതിനുശേഷവും ആത്മീയതയോട് അടങ്ങാത്ത ആഗ്രഹവും പരിശുദ്ധ മറിയത്തോട് അപാരമായ ഭക്തിയും ഉണ്ടായിരുന്നു പീറ്റർ എംബർട്ട് സന്യാസ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു. 1839 ഓഗസ്റ്റ് 20 ഫാദർ എംബർട്ട് സൊസൈറ്റി ഓഫ് മേരി സഭയിൽ ചേർന്നു. പരിശുദ്ധ അമ്മയുടെ ദേവാലയങ്ങളിലൂടെയുള്ള നിരന്തരമായ യാത്രയിലായിരുന്നു വിശുദ്ധൻ. തന്റെ അനാരോഗ്യത്തിനിടയിലും വിശുദ്ധൻ തന്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളും മറ്റ് ഭരണപരമായ ദൗത്യങ്ങളും വളരെയേറെ ഉത്സാഹത്തോടുകൂടി നിർവഹിച്ചു. ഒരു നല്ല അധ്യാപകനും ഉത്സാഹിയായ സുവിശേഷകനുമായിരുന്ന വിശുദ്ധൻ നിരവധി ആത്മായ കൂട്ടായ്മകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. തന്റെ സഭയിലും മേലധികാരികൾക്കുമിടയിൽ ഒരു പ്രവാചകപരമായ വിശേഷതയോടുകൂടിയ വ്യക്തിത്വമായിരുന്നു വിശുദ്ധന്റേത്. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ ഫാദർ എംബർട്ട് വളരെയേറെ വിജയിച്ചു. 1845 മെയ് 20 യേശുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും തിരുനാൾ ദിനത്തിൽ വിശുദ്ധന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി. ലിയോണിലെ സെന്റ് പോൾസ് ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിനിടയിൽ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനോട് അപാരമായ ആകർഷണം വിശുദ്ധൻ അനുഭവപ്പെട്ടു. തുടർന്ന് കർത്താവിനോടുള്ള സ്നേഹം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനും യേശുവിനെയും ദിവ്യകാരുണ്യത്തെക്കുറിച്ചും പ്രഘോഷിക്കുവാനും വിശുദ്ധൻ ഉറച്ച തീരുമാനമെടുത്തു. ഇതിനായി നിരവധി വർഷങ്ങളോളം അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു. അദ്ദേഹത്തിന്റെ സുപ്പീരിയറും മാരിസ്റ്റ് സഭയുടെ സ്ഥാപകനുമായിരുന്ന ഫാദർ ജീൻ ക്ലോഡ് കോളിൻ തങ്ങളുടെ പുതിയ 3ാം സഭയ്ക്ക് വേണ്ടി ഒരു നിയമാവലി തയ്യാറാക്കുവാൻ വിശുദ്ധനോട് ആവശ്യപ്പെട്ടു. ദിവ്യകാരുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള നിയമാവലി തയ്യാറാക്കുവാനുള്ള അനുവാദത്തിനായി വിശുദ്ധൻ സുപ്പീരിയറിനോട് അപേക്ഷിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു. തുടർന്ന് 1865 എംബർട്ട് ദിവ്യകാരുണ്യത്തിനായി സമർപ്പിതമായ സ്വന്തം സഭ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാരിസ്റ്റ് സഭ ഉപേക്ഷിക്കാനുള്ള വേദനാജനകമായ തീരുമാനം കൈക്കൊണ്ടു. എന്നാൽ വിശുദ്ധ കുർബാനയുടെ വൈദികരുടെ സഭ സ്ഥാപിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വ്യക്തിപരമായ അപമാനങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരികമായ ക്ഷീണം മുതലായ നിരവധി സഹനങ്ങൾ വിശുദ്ധരെ നേരിടേണ്ടതായി വന്നു. പുതിയ സഭയ്ക്ക് വേണ്ട അംഗീകാരം ലഭിക്കുക എന്നതായിരുന്നു ഏറ്റവും ആദ്യത്തെ തടസ്സം. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ട തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് വിശുദ്ധന്റെ ദർശനങ്ങൾ പാരീസിലെ മെത്രാപ്പോളിത്തയായിരുന്ന മേരി ഡൊമിനിക് ഓഗസ്ത സിബോറിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്നുള്ള അവരുടെ കൂടിക്കാഴ്ചയിൽ വിശുദ്ധൻ തന്റെ പദ്ധതി അദ്ദേഹത്തിന് വിവരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് 1956 മെയ് 13 വിശുദ്ധന്റെ സഭയ്ക്ക് അംഗീകാരം ലഭിച്ചു. ഉടനെ തന്നെ ഫാദർ എംബർട്ട് തന്റെ ദൗത്യങ്ങൾ യുവാക്കളിൽ, പ്രത്യേകിച്ച് ആക്രി പെറുക്കുന്നവരിലും കൂലിത്തൊഴിലാളികൾക്കിടയിലും വ്യാപിപ്പിച്ചു. ഇത്തിരി വൈകിയാണെങ്കിലും ആളുകളെ തന്റെ സഭയിൽ ചേർക്കുവാൻ വിശുദ്ധന് സാധിച്ചു. ആ കാലഘട്ടങ്ങളിൽ വിശുദ്ധന്റെ സമൂഹം വളരെയേറെ ദരിദ്രരായിരുന്നു. അടുത്തു തന്നെയുള്ള മഠത്തിലെ സന്യാസിനിമാരായിരുന്നു അദ്ദേഹത്തിന്റെ സമൂഹത്തിന് വേണ്ട ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തുടർന്ന് പീറ്റർ വിശുദ്ധ കുർബാനയുടെ കന്യാസ്ത്രീകളുടെ സഭയ്ക്കും തുടക്കമിട്ടു. 57ാം വയസ്സിൽ റോമിൽ വെച്ച് രോഗബാധയെ തുടർന്നാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. 1962 ജോൺ 23ാമൻ പാപ്പ പീറ്ററിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഓരോ ശ്രമവും വിജയമായി കണക്കാക്കാം. ശ്രമം എല്ലായ്പ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്തണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഇനിയും ഒരു പടി മുന്നിലായിരിക്കും ഓരോ തവണയും. ഏവർക്കും നന്ദി.